Namaskaram, a very warm welcome to Face of the Week on BSc Malayalam TV. So in today's episode, നമ്മുടെ കൂടെ ഒരു ഇൻസ്പയറിംഗ് ബിസിനസ് ഓൺടർപ്രണർ ആണുള്ളത്. കാനഡയിൽ തന്നെ നാഷണലി ട്രസ്റ്റഡ് ബ്രാൻഡായി വളർന്ന സീനോ ടാക്സ് സൊല്യൂഷൻസ് ആൻഡ് സി നേഷൻസ് ഇമിഗ്രേഷൻസ് ഫൗണ്ടർ ആൻഡ് സിഇഒ. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലൂ ഇട്ട് കാണുമല്ലോ ആരാന്ന്. യെസ്, ഇറ്റ്സ് നൺ അതർ ദൻ സിനോയ് ജോയ്. സോ ലെറ്റ്സ് വെൽക്കം സിനോ ടു ഫേസ് ഓഫ് ദ വീക്ക്. ഹായ് സിനോ. Thank you, Navya. That was an awesome intro. Thank you very much. It's my pleasure actually to be on the floor of BSc Malayalam. It's my pleasure basically. സോ സിനോ, നമുക്ക് പ്രൊഫഷണൽ ജേർണിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പോൾ ഓഡിയൻസിനായാലും ഇപ്പം ഞങ്ങൾക്കായാലും എല്ലാവർക്കും സിനോൻ്റെ ഒരു പേഴ്സണൽ ജേർണീനെ പറ്റിയിട്ട് ആദ്യം അറിയാം. സോ ഹൗ ആർ യു ഫീലിംഗ് ടുഡേ ബീങ് ഓൺ ദിസ് ഷോ ആൻഡ് ഓൾസോ സിനോയുടെ ഒരു നോർമൽ ഡേ, ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? Actually, it's like a Saturday morning. Feeling good for sure, except the weather. Still, it is acceptable. നവി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിസി ഡേ ആയിരിക്കും. ലൈക്ക് എവറി ഡേ ഇസ് എ ബിസി ഡേ ഫോർ മീ, ഈവൻ സൺഡേ. രാവിലെ എനിക്ക് 3 കുട്ടികളാണുള്ളത്. രാവിലെ സ്കൂളിൽ വിടണവരെ, അതിനുശേഷം ഓഫീസ് കഴിഞ്ഞ് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, ഈവനിങ് ബാക്ക് ടു ഹോം. സോ എന്ന് പറയുന്ന ഒരു ഫുൾ ബിസി ആയിരിക്കും. ആൻഡ് എസ്പെഷ്യലി ഐ ഡു ഹാവ് 2 കമ്പനീസ് ആസ് യു ഹാവ് മെൻഷൻ earlier. സീനോ ടാക്സ് സൊല്യൂഷൻസും സി നേഷൻസ് ഇമിഗ്രേഷനും ആണ്. അപ്പം രണ്ടിനും എൻ്റെ സമയം എവറി ഡേ ഞാൻ കൊടുക്കണം. സോ അങ്ങനെ ഒരു പാക്ഡ് ആണ്. ഇറ്റ്സ് എ 7 days a week. വൈഫ് നേഴ്സാണ് ബൈ പ്രൊഫഷൻ. പക്ഷെ ഉറപ്പായിട്ടും വൈഫിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത്, കാരണം നമുക്കൊരു നോർമൽ ഒരു ടൈമിങ് പോരാ ഇതിന്. ഒരു എക്സ്ട്രാ ടൈം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫാമിലി കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യണം. സോ ഒരു ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ടും ഉണ്ടാവും. ഇതിൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മൾ ആ ഒരു ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം വൈഫിൻ്റെ ജോലി അത് സ്കെഡ്യൂൾ ഷിഫ്റ്റ് ആണ്. സോ അതിനകത്തൊരു ചേഞ്ചസ് ഉണ്ടാവില്ല. സോ അതനുസരിച്ച് ഞങ്ങളുടെ ബാക്കി 4 പേരുടെയും സ്കെഡ്യൂൾസ് ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുന്നതാണേലും പിക്ക് ചെയ്യുന്നതാണേലും, അല്ലെങ്കിൽ എൻ്റെ വർക്കുകളാണെങ്കിൽ ഇപ്പോൾ സാറ്റർഡേ ഷീ ഈസ് വർക്കിംഗ് ടുഡേ ആക്ച്വലി. സോ ആൻഡ് ഐ ഡു ഹാവ് എ വെരി ക്ലോസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, വെരി ക്ലോസ് സർക്കിൾ. So they're also helping us. ഇന്നിപ്പോൾ ഞാൻ കൊച്ചിനെ ഡ്രോപ്പ് ചെയ്തേ ഉള്ളൂ. They will be picking up from tuition. So അങ്ങനെയുള്ള എനിക്കൊരു വെരി ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും ഉണ്ട്. ആൻഡ് ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൈ സി ഗ്രൂപ്പ് ഫാമിലി എന്ന് പറയാം. ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നവരും ഇല്ലെങ്കിൽ നേരത്തെ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരും. അപ്പം അങ്ങനെ ഒരു ക്ലോസ് ഫാമിലി ആയിട്ട് തന്നെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ദാറ്റ് റിയലി ഹെൽപ്സ്. സത്യം പറഞ്ഞാൽ സിനോ വരുമ്പോഴത്തേക്കും ഞാനൊരു Q&A സെഷൻ പോലെ പ്രിപ്പയർ ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ ഒരു കോൺവെർസേഷനിലേക്ക് കടന്നപ്പോഴത്തേക്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പല ക്വസ്റ്റ്യങ്ങളും മറന്നേ പോയി. കാരണം ഇച്ചിരി കൂടെ ഐ ഫീൽ ലൈക്ക് മോർ ഹ്യൂമൻ കണക്ഷൻ, റൈറ്റ്? സോ പക്ഷെ എന്നാലും നമ്മുടെ പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പീപ്പിൾ വോണ്ട് ടു നോ മോർ അബൌട്ട് യു. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു യു ഇസ്, so we would like to know now more about your professional journey, right? So how did Sino Tax Solutions and C Nations Immigrations, how did it all begin? ഈ സീനോട്ട് എന്നുള്ള പേര് എല്ലാവരും ചോദിക്കുന്നതാണ്. ഈ സീനോട്ട് എന്നുള്ള പേര് സിനോയുടെ സി ആണോ കാനഡയുടെ സി ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ബേസിക്കലി ഞാൻ TDയിൽ ഒരു 8 വർഷം വർക്ക് ചെയ്തിരുന്നു. ആൻഡ് ഐ റിസൈൻഡ് ആസ് ആൻ അനലിസ്റ്റ്, കംപ്ലൈൻസ് അനലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ TDയിൽ നിന്ന് റിസൈൻ ചെയ്തിരുന്നതാണ്. അപ്പം അവിടുത്തെ സെയിൽസ് മാനേജർ എനിക്കിട്ട പേരാണ്, ലൈക്ക് എ നിക് നെയിം ആണ് സീനോട്ട് എന്നുള്ളത്. സോ ഇറ്റ്സ് ബേസിക്കലി ഇറ്റ്സ് എ $100 ബിൽ, US ബില്ലിന് നമ്മൾ സാധാരണ പറയുന്നതാണ് അങ്ങനെ സീനോട്ട് എന്ന്. അപ്പം ഞാൻ ഈ സീനോട്ട് തുടങ്ങിയ സമയത്ത് പേരുകൾ പലതും നോക്കി. അപ്പോൾ എങ്ങനെ തപ്പിയെടുത്ത് കഴിഞ്ഞാലും അതുപോലെ വേറൊരു പേര് കാണും. അപ്പോൾ അങ്ങനെ വന്നപ്പം വൈ ഷുഡ് ഐ യൂസ് ദിസ് നെയിം ആസ് എ ബ്രാൻഡ് നെയിം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സീനോട്ട് എന്നുള്ള പേരിൽ വന്നത്. പിന്നെ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്ന് സീനോട്ടിൽ ഒരു ടാക്സ് ഫേം ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇവിടെ വന്നു, ടാക്സ് ചെയ്തു. അപ്പം സോ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. 2016 ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് സീനോട്ട്. ആ സമയത്ത് ഞാൻ ഇപ്പോഴും എൻ്റെ പഴയ ക്ലയൻസൊക്കെ അറിയാം. ഞാൻ എൻ്റെ ലാപ്പും ഒരു പ്രിന്ററും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടിൽ പോയാണ് ഞാൻ ടാക്സി 2016. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് 222 ക്ലയൻസ് ഉണ്ടായിരുന്നു, 222. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയർ. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ പോയി ചെയ്തു.
അപ്പോൾ അത് അങ്ങനെ ഒരു ചെയ്യാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരാളോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നമുക്കത് പഠിക്കാൻ പറ്റുന്നതാണെന്ന് ചോദിച്ചു. പറഞ്ഞു നോ, സിനോയെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ ഒത്തിരി പഠിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണം. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് 2019 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തു ആസ് എ ബിസിനസ്. എൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് തുടങ്ങിയ ബിസിനസ് ഇപ്പോൾ നമുക്ക് 12 ഫുൾ ടൈം സ്റ്റാഫും ഓൾമോസ്റ്റ് 10 ടെമ്പററി സ്റ്റാഫ്സും ഉണ്ട്. അപ്പം അബൌട്ട് 20 ആൾക്കാരുടെ ഒരു ടീമായിട്ട് ഇന്ന് സീനോട്ട് എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഓൾ ഓവർ ക്യാൻ നമുക്ക് ക്ലയൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എവറി ഇയർ വി ആർ ഡൂയിങ് 15,000 റിട്ടേൺസ് ഓൾമോസ്റ്റ് എവറി ഇയർ. ആൻഡ് 300+ ബിസിനസ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്റ്റാർട്ട് ഞാൻ തന്നെ തുടങ്ങിയത് ഒരു ബ്രാൻഡായി നല്ലൊരു ടീമായിട്ട് ഇപ്പം നിൽക്കുന്നു. അതുപോലെ തന്നെ സീനേഷൻസും തുടങ്ങിയതുപോലെ തന്നെയാണ്. ആൾക്കാർ ഓർത്തുകൊണ്ടിരുന്നത് ഈ ടാക്സി ചെയ്യുന്ന ആൾക്കാർക്ക് ഇമിഗ്രേഷനെ കുറിച്ച് അറിവുണ്ടെന്ന്. അപ്പോൾ ചെയ്യുമ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ചോദിക്കും ഇമിഗ്രേഷൻ്റെ ഇന്നത് എങ്ങനെയാണ്. അപ്പം അങ്ങനെ ഓൺ ഡിമാൻഡിലാണ് ഞാൻ ഇമിഗ്രേഷനിലോട്ട് കടന്നു വന്നത്. ഇപ്പോൾ ഇമിഗ്രേഷനിൽ ഓൾമോസ്റ്റ് 1 ഇയർ കോഴ്സ് ചെയ്തു, ലൈസൻസ് എടുത്തു. ആൻഡ് 2020 സീനേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അതും ഇതുപോലെ ഇറ്റ്സ് എ ഗ്രോയിങ് ടീം. ആൻഡ് നമുക്ക് ഇവിടെ സ്കാർബോയിലാണ് ഓഫീസ് ഉള്ളത്. അതുപോലെ തന്നെ നാട്ടിൽ പാലായിൽ കേരളത്തിലൊരു ഓഫീസ് വേണമെന്നുണ്ടായിരുന്നു. പാലായിൽ നമുക്കൊരു ഓഫീസുണ്ട്. അപ്പോൾ 2 ഓഫീസസ് സീനേഷൻസ് ഇമിഗ്രേഷനും ഉണ്ട്. അപ്പം അതിലും നാട്ടിലൊരു ടീമുണ്ട്, ഇവിടെ ഒരു ടീമുണ്ട്. സോ ഇറ്റ്സ് നല്ലൊരു ടീം ബേസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ 2 ബിസിനസ്സുകളും പോയിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ സിനോയുടെ ഈ ഒരു എക്സ്പീരിയൻസും എല്ലാം ജേർണിയും ഒക്കെ കേൾക്കുമ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് തന്നെ വൈ നോട്ട് ബിക്കം എ വുമൺ ഓൺട്രപ്രോണർ എന്നുള്ളൊരു തോട്ട് വരെ വന്നു പോവാണ്. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു യു ഓൺ മാനേജിങ് ഓൾ ദീസ് സച്ച് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. സോ സിനോയുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ്സ് ബീൻ 9 years അല്ലേ? സോ ഒരു പഞ്ചിന് വേണമെങ്കിൽ നമുക്ക് ഡെക്കേഡ് ജേർണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ വെൻ യു ലുക്ക് ബാക്ക്, ഹൗ ഡു യു ഫീൽ ടുഡേ? ഐ വുഡ് സേ ഓസം. സോ ഇവിടെ വന്ന് ഞാൻ 2011 ക്യാൻഡൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും പോലെ സർവൈവൽ ജോബ് ചെയ്തു, വെൻഡീസിൽ വർക്ക് ചെയ്തു, ഒരു കോൾ സെന്ററിൽ വർക്ക് ചെയ്തു. ദെൻ 2014 ഞാൻ TD ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോ, ആസ് എ കസ്റ്റമർ സർവീസിലാണ് TD സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ബാക്ക് ഇൻ ദുബായിൽ ഞാൻ 2 വർഷം വർക്ക് ചെയ്തിരുന്നു. അതും ബാങ്കിങ് ആയിരുന്നു. അപ്പം ഇവിടെ വന്ന് ഏകദേശം ഓൾമോസ്റ്റ് ഇറ്റ് ടുക്ക് 3 years ടു ലാൻഡ് ഇൻ ലൈക്ക് എ പ്രൊഫഷണൽ ജോബ്. TD ബാങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ കയറി 2 years അവിടെ. ദെൻ ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് മാറി. ദെൻ അനലിസ്റ്റ് റോള്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രഷൻ ആയിരുന്നു TDയിൽ തുടങ്ങിയത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ എൻ്റെ ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെയല്ല, നാട്ടിലും ചെറുതായി ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എൻ്റെ പ്രായമുള്ള എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. അപ്പം അവരൊക്കെ കൂടി ഞങ്ങളൊരു കേറ്ററിങ് തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പൈസയില്ല. സോ ബാക്കി അവരൊക്കെ കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട്, അവർക്കുണ്ടായിരുന്നു. അപ്പം എനിക്ക് മേടിച്ചു തന്നിരുന്ന ഒരു ബൈക്ക്, ഞാൻ ആ ബൈക്ക് വിറ്റിട്ട് 23,000 ആണ് അന്ന് കിട്ടിയത്. അതായിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ 2016 സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ എൻ്റെ ഒരു ജോലി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഓൺ ദി സൈഡിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു ബിസിനസ് തുടങ്ങി നമ്മൾ പാഷനെ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു ജോലി ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വിട്ടിട്ട് നമ്മൾ പോകാൻ പാടില്ല. സോ പാരലി ബിൽഡ് ചെയ്തു. ആൻഡ് അതായിരുന്നു എനിക്കൊരു വലിയൊരു ലേണിംഗ് കർവ് ആയിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നിലും ചിന്തിക്കാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പറ്റില്ല. നമുക്ക് പൈസയ്ക്ക് പൈസ തന്നെ വേണം. യെസ്, അത് തീർച്ചയായിട്ടും. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം പലരും നല്ല ജോലി ഉണ്ടായിരുന്നത് ജോലി റിസൈൻ ചെയ്തിട്ട് ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഫുള്ളി ബിസിനസ് ചെയ്ത്
നോ ദർ വിൽ ബി ഹാർഡ്ഷിപ്പ് ടൈം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആ ഒരു സമയമൊക്കെ എനിക്ക് നല്ല സ്മൂത്തായിട്ട് പോയി. അപ്പം ഈ ഒരു 15 വർഷമാകുന്നു കാനഡയിൽ വന്നതിന് ശേഷം എനിക്ക് പ്രൊഫഷണലി ആണെങ്കിലും ആൻഡ് ഇൻ ടേംസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നതും വിത്ത് ദി സപ്പോർട്ട് ഓഫ് മൈ ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ എൻ്റെ ഒരു ക്ലോസ് സർക്കിൾ, ആ ഒരു സപ്പോർട്ടിൽ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന 2 കമ്പനികൾ ഇപ്പോൾ ഉണ്ട്. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം എവിടെ നോക്കിയാലും സീനോട്ട്, സീനേഷൻസ്, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡ് പോപ്പുലാരിറ്റിയാണ് സിനോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നേഷൻ വൈഡ്. അത് മാത്രമല്ല, ഞാനൊക്കെ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാളാണ്. സോ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സും ഒത്തിരി പ്രൊമോഷൻസ്, റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രേറ്റ് ക്രിയേഷൻസ്. അത് വെറുതെ ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അത്രയും പോസിറ്റീവായിട്ടും ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രിയേഷനാണ് എപ്പോഴും സിനോടത്. സോ ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. പിന്നെ ഇപ്പോൾ അടുത്തിടെ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ TTC, ഞങ്ങളുടെ കാറിൻ്റെ മുന്നിൽ TTC ഉണ്ടായിരുന്നു. സോ TTCയുടെ പുറകെ സീനോട്ട് ആൻഡ് സീനേഷൻസ് ഇമിഗ്രേഷൻസിൻ്റെ ആ ഒരു വലിയ ബാനർ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ I was so proud as a Malayali. So how do you feel about all these, and how do you manage to do all these in a very short period of time? എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, എല്ലാ രീതിയിലുള്ള ആൾക്കാരുടെ അടുത്തോട്ട് എത്താൻ വേണ്ടി നമ്മൾ വിസിറ്റിംഗ് കാർഡുകൾ, നമ്മൾ ബേസിക്കലി പ്രിന്റിംഗ് വിസിറ്റിംഗ് കാർഡുകൾ, കലണ്ടറുകൾ, അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസ് തന്നെയാണ്, അല്ലാതെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ചെയ്യുന്നതല്ല. they felt our service. അതുപോലെ തന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ TTCയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മുടെ മാർക്കറ്റിംഗ് ടീം സജസ്റ്റ് ചെയ്തതാണ്. അത് നമ്മൾ ഒരു മലയാളി ഫേമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരു 50% ഐ വുഡ് സേ സ്റ്റിൽ നമ്മുടെ മലയാളീസ് ഓർ ഇന്ത്യൻസ് ആണ്. നമ്മുടെ അതർ കമ്മ്യൂണിറ്റിയിലോട്ടും നമ്മൾ ഒത്തിരി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ലോക്കൽ കമ്മ്യൂണിറ്റി, നമ്മുടെ ഗൂഗിൾ റിവ്യൂ ആണെങ്കിലും നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ലോക്കലി തന്നെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് എല്ലാ രീതിയിലും ഉള്ള, ഒന്നിൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്തുന്നില്ല. എല്ലാ രീതിയിലും ഡിജിറ്റലിയും പ്രിന്റിങ് അതുപോലെയുള്ള എല്ലാ രീതിയിലുള്ള മാർക്കറ്റിങ്ങും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ റിസൾട്ട്സും ഉണ്ട്. നമുക്ക് ഒരു പർട്ടിക്കുലർ ടാർഗറ്റഡ് ഗ്രൂപ്പ് അല്ല, ഓൾ കനേഡിയൻ ടാക്സ് പേയേഴ്സ്, ആ ഒരു പെർസ്പെക്റ്റീവിലോട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു എക്സ്റ്റെൻഡ് ഐ വുഡ് സേ ഇറ്റ്സ് എ ഗ്രേറ്റ് സക്സസ്. സോ സിനോ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചല്ലോ. സിനോയുടെ എക്സ്പീരിയൻസ്, സിനോ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്, സിനോ എങ്ങനെ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു. സോ ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് എ പീസ് ഓഫ് അഡ്വൈസ് ടു എൻ യങ് ഓൺട്രപ്രോണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അഡ്വൈസ് എന്തായിരിക്കും സിനോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. സോ നമ്മൾ ചെയ്യുന്ന ബിസിനസ് പണി അറിഞ്ഞിരിക്കണം, ഇല്ലേ പണി കിട്ടും. സോ ഇപ്പോൾ ഇപ്പോൾ ഒത്തിരി ബിസിനസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ പല കേസുകളും കോപ്പി ക്യാറ്റ്സാണ്. അതായത് ഒരാൾ ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. പക്ഷെ ആ ഒരു ബിസിനസ്സിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രഗിൾസ് എന്താണോ എഫേർട്സ് എന്താണെന്നോ ബിസിനസ്സിന്റെ ഇൻസൈഡ് അറിയാതെ ഒരു ബിസിനസ്സിലോട്ട് ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് തന്നെയാണ് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്നതെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്, വിതൗട്ട് എനി പാർട്ട്നേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ ഡിസിഷൻ നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ ഇനി ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്താണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടോ ഒരു ഫാമിലി ഫ്രണ്ടോ ആകണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ ആ കാണുന്ന ഒരു റിലേഷൻ ആയിരിക്കില്ല നമ്മൾ ബിസിനസ്സിലോട്ട് വരുമ്പോൾ. അപ്പം എപ്പോഴും വെൻ യു ആർ ചൂസിങ് യുവർ പാർട്ട്ണർ ഇൻ ബിസിനസ് ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു നല്ല റിലേഷൻ പോവും, എന്താ പറയുക, ബിസിനസ് നല്ല പ്രോപ്പറായിട്ട് പോകില്ല. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മളത് വളരെ കെയർഫുൾ ആയിരിക്കണം വെൻ യു ആർ ഡൂയിങ് ദി ബിസിനസ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൾക്കാർക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലോട്ട്, ഇല്ലെങ്കിൽ ഒരാൾ ചെയ്തു അത് തന്നെ. നമ്മളിപ്പം മലയാളി എന്റർപ്രണേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചില മേഖലകളിൽ ഒത്തിരി ആൾക്കാരുണ്ട് മലയാള എന്റർപ്രണേഴ്സ്. പക്ഷെ നമ്മൾ ഒരു പുതിയ ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഒരു ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇന്നോവേറ്റീവായിട്ട് ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇപ്പം ഒത്തിരി പുതിയ ന്യൂ ജെൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അവർ പുതിയ ബിസിനസ്സുകളിലോട്ട് കടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇത് ചെയ്യണം. ആൻഡ് കാൽക്കുലേറ്റഡ് റിസ്കിലേ പോകാവുള്ളൂ.
ദി നെക്സ്റ്റ് വൺ. ഇപ്പോൾ നമുക്കൊരു ഒരു നല്ലൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ സോ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കും ആ റിസ്ക് എടുക്കാനുള്ളൊരു കപ്പാസിറ്റിയും തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. സോ അപ്പം തീർച്ചയായിട്ടും നമ്മൾ പുതിയ ആൾക്കാർ ബിസിനസ്സിലോട്ട് വരണം. പിന്നെ ഒരു പുതിയ ബിസിനസ്സിലോട്ട് ആൾക്കാർ വരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. നമ്മളെ മലയാളി കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ്സുകാർ വളരെ കുറവാണ് കമ്പയർ ടു എനി അതർ കമ്മ്യൂണിറ്റീസ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം തമിഴിയൻസ് ഓർ ഗുജറാത്തി ഓർ പഞ്ചാബീസ് ഏത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ബിസിനസ്സിൽ നല്ലപോലെ ഫ്ലറിഷ്ഡ് ആണ്. പക്ഷേ മലയാളീസ് ഒരു വളരെ കുറച്ച് മേഖലകളിൽ മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ആയി പോയേക്കോ. അതാണ് ബേസിക്കലി നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പം എന്ന് പറയാ ഒരു ജോലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്ത് പോവാ. ഇപ്പോൾ റിസ്ക് ടേക്കേഴ്സ് അല്ല ഞാൻ പറയുന്നത് ബേസിക്കലി ഇൻ ജനറൽ. പക്ഷെ അത് ഒത്തിരി മാറി വരുന്നുണ്ട്. ഇപ്പം പുതിയ ഒത്തിരി ആൾക്കാർ ബിസിനസ്സിലോട്ട് വരുന്നുണ്ട്. സിനോയുടെ ഈ ഒരു പീസ് ഓഫ് അഡ്വൈസ് ശരിക്കും സൂപ്പർബാണ്. എനിക്കറിയാം കാണുന്ന ഓഡിയൻസിൽ ഈവൻ യങ് ആയിട്ടുള്ള ആൾക്കാർ ഓൺട്രപ്രണർഷിപ്പിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും നിങ്ങൾക്കും കുറച്ചൊക്കെ ഒരു ഐഡിയ എന്തൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം, നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഉറപ്പാണല്ലോ. എന്തായാലും താങ്ക് യു സിനോ ഫോർ ദാറ്റ്, ഫോർ ഇൻസ്പയറിങ് ഓൾ ഓഫ് ദം ആൻഡ് ഫോർ മോട്ടിവേഷൻ ആസ് വെൽ. ഓക്കെ, അത് മാത്രമല്ല എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനോ ഈ ഒരു സെഷൻ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു ഫാമിലീനെ പറ്റിയിട്ട്. സിനോയ്ക്ക് 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല വൈഫ് ഫുൾ ടൈം ആയിട്ട് നേഴ്സ് RN ആയിട്ട് വർക്ക് ചെയ്യണു. സോ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ടു ബാലൻസ് ബോത്ത് ഈക്വലി, റൈറ്റ്? കാരണം ഞാൻ കേട്ടു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സിനോ തന്നെ പറഞ്ഞു എൻ്റെ കൊച്ചിന് ഇന്ന് സോക്കറിന് കൊണ്ടുപോകണം, UC മാത്തിന് കൊണ്ടുപോകണം, അങ്ങനെ എല്ലാം ഇത്രയും കാര്യങ്ങൾ, കൊച്ചുങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, വീട്ടിലെ കാര്യങ്ങൾ, വർക്കിലെ കാര്യങ്ങൾ, മീറ്റിംഗ്സ്, സ്പോൺസർഷിപ്സ്, ഇതൊക്കെ എങ്ങനെയാണ് സിനോ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതൊരു ഫാമിലി വർക്ക് ബാലൻസ് എപ്പോഴും ബാലൻസിങ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ചില സമയത്ത് തെറ്റാറുണ്ട്. പക്ഷെ മാക്സിമം തീർച്ചയായിട്ടും. അപ്പം അതിനകത്ത് വരുമ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം രാവിലെ ഇൻ എ ഡേ ലൈക്ക് ഞാൻ രാവിലെ എൻ്റെ ഒരു ഡേ മുമ്പേ ചോദിച്ചല്ലോ, ഒരു ഡേ തുടങ്ങുന്നത് വൈഫ് രാവിലെയാണ് ജോലിക്ക് പോകുന്നത്. ഓൾവേസ് അത് ഷിഫ്റ്റ് സ്വിച്ച് ചെയ്തൊക്കെയാണെങ്കിലും രാവിലത്തെ ഒരു സമയം പിക്ക് ചെയ്യാറുണ്ട്. ഞാൻ രാവിലെ ആയിട്ട് 3 പേരെ റെഡിയാക്കി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് 5 മണിയാകുമ്പോൾ ഞാൻ ഷാർപ്പായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങും. ദെൻ ടേക്കിംഗ് ദം ടു ദി ഇപ്പം സോക്കർ മൂത്തയാള് grade 8, രണ്ടാമത്തെ ആള് grade 5, ഇളയാള് പെൺകുട്ടിയാണ് grade 1. സിനോനെ കണ്ട ഇപ്പോഴും 20s-ലാണെന്നേ പറയുള്ളൂ. എങ്ങനെ സാധിക്കുന്നു? എന്റെ ഭാര്യ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം ഈ പറയുന്ന മൂത്ത 2 പേർക്കും സോക്കറുണ്ട്. അവര് സോക്കർ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അത് 5 days ഉണ്ട്. ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ട്. ഇളയാള് ചെറിയ ഡാൻസ് പരിപാടികളുണ്ട്, അത് ഓൺലൈനാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് പിള്ളേരോട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈമേ നമുക്ക് കിട്ടുള്ളൂ. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കിട്ടുന്നതല്ല. സോ മാക്സിമം ഞാൻ ആ ഒരു സമയം അവരുടെ കൂടെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട്. നോട്ട് എ വെരി 100% ക്വാളിറ്റി ടൈം. അത് ഇൻ ബിറ്റ്വീൻ എനിക്ക് ചിലപ്പം അവരുടെ കൂടെ നിന്ന് മാറേണ്ടി വരും. ബട്ട് സ്റ്റിൽ ഞാൻ ആ ഒരു സമയം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവാനുള്ള ശ്രമം നടത്താറുണ്ട്. പിന്നെ ബിസിനസ്സിനെ ഇത് അഫക്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻ സം എക്സ്റ്റെൻറ്റ്. ഇപ്പം ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാർ പറയാം ഈവനിങ് 5 o'clock ശേഷം കാണാൻ പറ്റുമോ, വീക്കെൻഡിൽ കാണാൻ പറ്റുമോ അപ്പോയിൻമെന്റ്സ്. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നോ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ബിസിനസ്സിൽ അത് സാക്രിഫൈസ് ഉണ്ട്, പക്ഷേ ഞാൻ മാക്സിമം അത് അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ പോലും അവിടെ നമ്മൾ ഒരു ബിസിനസ്സിലും അതുപോലെ രണ്ടിലും ഒരു കോംപ്രമൈസസ് ഉണ്ട്. ഒരു 100% ബാലൻസിങ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സസിൽ നമ്മൾ ബാലൻസ്ഡ് ആണ്. പിന്നെ നമ്മളെന്ന് പറയുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ഞാൻ ചെയ്യുന്ന 2 ബിസിനസ് സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പം ആ ഒരു ബിസിനസ് സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസൻസ് എപ്പോഴും അത്യാവശ്യമാണ്. നമ്മളൊരു ഇതിലൊരു റണ്ണിങ് വേറൊരു ബിസിനസ് ആണെങ്കിൽ വൺസ് ഇറ്റ് സെറ്റപ്പ് ഇറ്റ് വിൽ റൺ ബൈ ഇറ്റ് സെൽഫ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രസൻസ് ഈ 2 ബിസിനസ്സിലും ആവശ്യമാണ് സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ. ഒരു മൺഡേ ടു ഫ്രൈഡേ
ഒരു ജോലി എന്നുള്ളത് പോലെ തന്നെ നമ്മൾ ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാവണം. ഈ ടാക്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത വെച്ചാൽ അവർ എന്ത് അഡ്വൈസും നമ്മളെ വിളിക്കും. അതായത് ടാക്സ് ചെയ്ത് അവർ പോയി, അതിനുശേഷം അവരൊരു വീട് മേടിക്കേണ്ട കാര്യം വന്നു, അല്ലെങ്കിൽ പിള്ളേരുടെ ഒരു RRSP വിഡ്രോ ചെയ്താൽ അതിന്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ. സോ ഒരു ടാക്സ് ഫയൽ ചെയ്യുമ്പം അത് ആ ഒരു അരമണിക്കൂർ കൊണ്ട് തീരുവല്ല. ദി എൻറ്റയർ ഇയർ they are in contact with us. പിന്നെ അതിനകത്തൊരു ഇപ്പോൾ ഈ 2 ബിസിനസ്, ഫാമിലി കമ്മിറ്റ്മെന്റ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും എനിക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഫേസ് ടു ഫേസ് ഇരുന്ന് നമുക്ക് സംസാരിച്ച് അവരോട് ടൈം ഇതുപോലെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞിരുന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പീസ് മിസ്സിംഗ് ആണ്. പല കേസുകളിൽ നമുക്ക് ചിലപ്പം വരുമ്പോൾ ഒരു ഹൈ ബൈ പറയാനുള്ള ഒരു സമയം കിട്ടുള്ളൂ. അത് ഒത്തിരി പേർക്ക് ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരും പറയാറുണ്ട്, ഓ നിന്റെ അടുത്ത് വന്നാൽ നീ ഇപ്പോൾ ഒരു തിരക്കല്ലേ എന്ന്. അപ്പോൾ ഒരു പേഴ്സണൽ കണക്ഷൻ മിസ്സിംഗ് ആണ്. ബട്ട് സ്റ്റിൽ ഞാനത് ഇപ്പോഴും ഞാനത് കീപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്, ഞാൻ കാണാറുമുണ്ട്. കാരണം സിനു ഇപ്പോൾ പബ്ലിക്കിലാണെങ്കിലും ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ് ഏതൊരു കമ്മ്യൂണിറ്റി പബ്ലിക് അഫയേഴ്സിൽ. കാരണം ഇപ്പം ഞാൻ അടുത്തിടെ സീറോ മലബാർ നമ്മുടെ കാത്തലിക് ചേർച്ചിൽ പ്രോബ്ലം നടന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലും സിനു ഉണ്ടായിരുന്നു. സോ ഫാമിലി ബിസിനസ് മാത്രമല്ലാതെ ഈവൺ ഒരു കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളിലും സിനോയുടെ ആ ഒരു എന്താ പറയുക ഇൻവോൾവ്മെൻറ്റ് ഇറ്റ്സ് റിയലി ഇൻസ്പയറിംഗ് ഫോർ എവ്രി വൺ. എനിക്ക് സിനോയുടെ അടുത്ത് ചോദിക്കാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാന്ന് വിചാരിച്ചാൽ, സോ വെർ ഡിഡ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ കം ഫ്രം ഡ്യൂറിങ് ദിസ് ജേർണി ആൻഡ് വാട്ട് കെപ്റ്റ് യു മോട്ടിവേറ്റഡ് ഡ്യൂറിങ് ദോസ് ടഫ് ഡേയ്സ്? അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരവുണ്ട്. അതെ, ഇതില് നമ്മളൊരു ഇത്രയും വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതില് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കാണുന്ന പലർക്കും പലതും ഇപ്പൊ നമ്മൾ എവിടെയോ ഇപ്പൊ റീസെന്റ് പറഞ്ഞ എനിക്ക് സിജോ ചേട്ടൻ നമ്മുടെ ആഡ് മേക്കർ ഫിലിം മേക്കർ ആയിട്ടുള്ള സിജോ ചേട്ടൻ പറഞ്ഞതാണ്. അതായത് ഇത് ഒരു ഹരമാണ്, ഒരു ക്രേസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്പോർട്ട് കളിക്കുന്ന പോലെ തന്നെയാണ് ഐ ആം ടേക്കിംഗ് ഇറ്റ് എ ബിസിനസ്. അതിൽ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ആണെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നല്ല ഓവറുകളുണ്ടാവും, മോശം ഓവറുകളുണ്ടാവും, ഇടയ്ക്ക് വിക്കറ്റും വീഴും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ടഫ് ടൈംസ് ഉണ്ട്. എസ്പെഷ്യലി ടാക്സിൽ വരുമ്പം 3 months ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെക്ടിക് ആണ്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ മേ ബി 3 or 4 hours ആണ് നമുക്ക് സ്ലീപ്പ് കിട്ടുന്നത്. സോ ഇറ്റ്സ് പക്ഷേ നമ്മൾ ഓഫീസിലോട്ട് വരുന്ന സമയത്താണെങ്കിലും ഓഫീസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലിയാണ് ഓഫീസ്. അപ്പം ആ ഓഫീസിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത് എല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഹാഡ് ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെക്ടിക് ആയിട്ട് പോകുന്ന ആ ഒരു 3 months ആണ്. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ടെക്നോളജിയുടെ ഇഷ്യൂസ് വരാം. നമുക്ക് ഇപ്പോൾ ഒത്തിരി നമ്മൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ആൻഡ് വി ആർ ഇൻവെസ്റ്റിംഗ് എ ലോട്ട് ഓൺ ദാറ്റ് ടെക്നോളജി സൈഡിൽ. ദാറ്റ്സ് എ ഫ്യൂച്ചർ ഓഫ് ദി ബിസിനസ്. അപ്പം അതിലൊക്കെ ഡൗൺ ടൈമുകൾ വരാം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് കോഴ്സ് പാനിക് ആവും. പക്ഷേ നമ്മുടെ ഒരു ടീം എന്ന് പറയുന്നത്, സോ ഇപ്പോൾ എനിക്കൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ ഐ ഡു ഹാവ് മൈ ടീം ടു പാസ് ഇറ്റ് ഓൺ. അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ ബിഗ് എമൗണ്ട് ഓഫ് വർക്ക് വി നീഡ് ടു ഡു ഓർ കംപ്ലീറ്റ് വിതിൻ എ സ്പെസിഫൈഡ് ടൈം. പക്ഷെ അത് നമ്മൾ ഒരു ടീമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഡൈല്യൂട്ടർ ആയിട്ട് വരുവാണ്. നമുക്കൊരു ഒരാളെ സംബന്ധിച്ച് അതൊരു ഒത്തിരി വലിയൊരു പ്രഷർ ആവുന്നില്ല. അപ്പം അങ്ങനെ പിന്നെയുള്ളത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ടീമിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും ഇപ്പൊ പെട്ടെന്ന് നമ്മളൊരു കീ പേഴ്സൺ ആ ടീമിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ ദർ വിൽ ബി ഡൗൺ ടൈം ഫോർ ഷുവർ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. പക്ഷേ ലക്കിലി ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ വുഡ് സേ നമ്മുടെ ഒരു ടീം നമ്മൾ തുടങ്ങിയപ്പം തൊട്ടുള്ള നമ്മുടെ ഒരു ആ ഒരു ടീം മെമ്പേഴ്സ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അവര് ബിസിനസ്സിനെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ നമ്മളും അവരെയും ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദാറ്റ്സ് എ കീ ഫോർ എവറി ബിസിനസ്. അപ്പോൾ നമ്മൾ വെറും ഒരു എംപ്ലോയീസ് ആയിട്ടല്ല കാണുന്നത്. ഞാൻ പലരും എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ എംപ്ലോയീസ് ആണ്. ഞാൻ പറഞ്ഞു എംപ്ലോയീസ് ആസ് എ ടീം മെമ്പർ ഓർ എ കൊളീഗ്. അങ്ങനെയാണ് ഫാമിലി പോലെ. അതെന്ന് പറയുന്നത് മ്യൂച്വലി ബെനിഫിഷ്യൽ ആണ്. നമുക്കൊരു ഭയങ്കര കംഫർട്ടബിളും ആണ് നമ്മുടെ ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ. അപ്പം പിന്നെ പല കേസുകളും നമ്മൾ ഇരുന്ന്
ചിന്തിക്കേണ്ട കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇമിഗ്രേഷനിലാണ് ഇറ്റ്സ് എ ബോത്ത് ബിസിനസ് ഐ വുഡ് സേ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ റിസ്കി ബിസിനസ്. ഇറ്റ്സ് അതിന് നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടെ ഹൈ റിസ്ക് ഉള്ള ബിസിനസ്സുകളാണ് രണ്ടിലും വരുന്നത്. അപ്പം അതിനകത്ത് ചില സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഇമിഗ്രേഷൻ ആണെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ വെച്ചു, അൺഫോർച്ചുനേറ്റ്ലി അതിലൊരു നെഗറ്റീവ് ഡിസിഷൻ ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് അവർ സിറ്റുവേഷൻ ഓർ ദി ആപ്ലിക്കൻസ്, ദി ഡിസിഷൻ ഫ്രം IRCC അങ്ങനെ ആയിരിക്കാം. സോ അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ക്ലയൻസിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ദേ നോ ആക്ച്വലി ഇതാണ് സിറ്റുവേഷൻ, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻസ്. അപ്പം അങ്ങനെയുള്ളത് അവരുടെ ഒരു ബുദ്ധിമുട്ട് നമുക്കും ഉണ്ടാവും. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ ചില കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ടീമിനോട് പറയും, ഇന്ന് എനിക്കൊരു കൗൺസിലിംഗ് വേണ്ടി വരും. അവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബിസിനസ് ഇതിൻ്റെ അവരുടെ ആപ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയും. അപ്പം എന്ന് പറയുന്നത് വെച്ചാൽ കൈൻഡ് ഓഫ് എ പേഴ്സണൽ ഷെയറിംഗ് കൂടെ അതിനകത്ത് നടക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സോസ്റ്റഡ് ആവും. സ്ട്രെസ് എടുക്കും. സോ എനിക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ടാക്സ് സീസൺ തുടങ്ങി. സോ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ പ്രൊഫഷണൽ ആൻഡ് ദ ബെസ്റ്റ് അഡ്വൈസ്, ഡു വിസിറ്റ് സീനോട്ട്. They have a great professional team, always ready to welcome you. So why wait? നമ്മളിപ്പം ഈ ടാക്സിസിലൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാവരുടെയും സ്കെഡ്യൂൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി മോർണിംഗ് 9 to night 11 like 14 hours ഓഫീസ് ഓപ്പൺ ആണ് ഫോർ വാക്ക്-ഇൻസ് ഓൺ 7 days. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇപ്പം ഈവനിങ് വരെയും ജോലി ചെയ്യുന്നവർക്കാണ് അതിനുശേഷവും വരാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒത്തിരി ക്ലയൻസ് ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്ത് ഒരു ലണ്ടറിൽ നിന്നും ഓട്ടോയിൽ നിന്നൊക്കെ ഇപ്പോഴും ഇവിടെ വന്ന് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഒത്തിരി ഉണ്ട് കിച്ചണിൽ. അപ്പോൾ അവർക്ക് ജോലി കഴിഞ്ഞിട്ടാണേലും ഇവിടെ വന്ന് ഇൻ പേഴ്സൺ വേണേലും വന്ന് ചെയ്തിട്ട് പോവാം. പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ഓക്കെ എവറിത്തിങ് ഈസ് ലുക്കിംഗ് സോ ഫാൻസി. സി ലുക്ക് അറ്റ് യുവർ അപ്പിയറൻസ്, ലൈക്ക് യു ആർ സോ പ്രസൻറ്റബിൾ, കോട്ടും സൂട്ടിലും വിത്ത് ഗുഡ് വാച്ച് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ എവറിത്തിങ് ഈസ് ലൈക്ക് സോ ഫാൻസി ഫ്രം ഔട്ട്സൈഡ്. പക്ഷേ ദ ചാലഞ്ചസ്, ദ സ്ട്രഗിൾസ്, ദ എവറിത്തിങ് ദാറ്റ് യു ഫേസ്ഡ് ഈസ് ലൈക്ക് ഒരു നോർമൽ ആളെ കൊണ്ട് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്, റൈറ്റ്? കാരണം അപ്സ് ആൻഡ് ഡൗൺസ്, എന്നെ കൊണ്ട് പറ്റില്ല മൊമെൻറ്റ്സ്, അതൊക്കെ എന്തായാലും സിനോയുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് യു ബാലൻസ്ഡ് എവറിത്തിങ് സോ വെൽ ആൻഡ് താങ്ക് യു സോ മച്ച് സിനോ. പ്ലീസ് യുവർ ഇൻസൈറ്റ്, ലൈക്ക് ഹൗ ഡിഡ് യു ആൻഡ് വാട്ട് പീസ് ഓഫ് അഡ്വൈസ് യു ഹാവ് ടു ഗിവ് ടു ദ ഓഡിയൻസ് ഓൺ ദിസ് നോട്ട്? ഓക്കെ, സോ ഇപ്പം ഇത് ഫാമിലിയുടെ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ഇപ്പം ഇന്ന് ഞാൻ മോനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഇപ്പം ഡിസ്കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് സമയം വണ്ടിയെ കയറിയപ്പം ചോദിച്ചു, ഇത് ഞാനൊരു സൂത്രം കാണിച്ചു തരാം, എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ TTC ബസ്സിൻ്റെ പുറയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് അവൻ്റെ ഫ്രണ്ട് ജോൺ എന്നാണ് തോന്നുന്നത്, ഫ്രണ്ട് ഈ പിക്ചർ എടുത്ത് ഡിസ്കോഡിൽ ഇവൻ അയച്ചു കൊടുത്തേക്കുവാ. അപ്പം എന്നിട്ട് എന്നെ കാണിച്ചു ഇത്, അപ്പം ഇത് കണ്ടോന്നും ചോദിച്ചു. അപ്പോൾ എന്ന് പറയുന്നത് ഹി ഫീൽ സോ പ്രൗഡ്, ആ ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പം ഈ അപ്പം ഞാൻ രാവിലെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് അന്നേരത്തേക്കും ഓക്കെ അവൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇത് ചെയ്തിരുന്നോന്നോ ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ പല സിറ്റുവേഷൻ ഞാൻ ശ്രമിക്കുന്നത് അപ്പൻ ഇത്രയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് പിള്ളേരെ അഹങ്കരിക്കണ്ട. അല്ല, അവരവരുടേതായ രീതിയിൽ, ഇവിടുത്തെ പിള്ളേർ അങ്ങനെയല്ല കേട്ടോ, അവരവരുടേതായ രീതിയിൽ സെൽഫ് പ്രൗഡായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ്. പക്ഷെ അങ്ങനെ ഈ ഒരു ബിസിനസിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ബിസിനസ് പുറത്തുനിന്ന് നോക്കുമ്പം നബി പറഞ്ഞ പോലെ ഒരു സോ ഫാൻസിയാണ്, പക്ഷെ ഇൻസൈഡ് അത്ര ഫാൻസി അല്ല. എന്നോട് ഇപ്പോഴല്ല, ഒരു ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഒരു ക്ലയൻറ്റ്, ഞാൻ സാധാരണ ഡ്രസ്സിലായിരുന്നു എപ്പോഴും വന്നുകൊണ്ടിരുന്നത് ഓഫീസിൽ. ചിലപ്പോൾ ഒരു ടീഷർട്ട് എടുത്തിട്ട് വരും, ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഷർട്ട് ഉണ്ടാവും, അങ്ങനെ ജീൻസ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഒരു ദിവസം നമ്മുടെ മലയാളി ഒരു ക്ലയൻസ്, മലയാളീസ് അങ്ങനെ ഒരു അഡ്വൈസ് പോസിറ്റീവ് അല്ലെ യുനോ നല്ലൊരു സജഷൻ തന്നത് ഇപ്പോഴും ഞാൻ അവർക്ക് ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ ചേട്ടൻ ഒരു ദിവസം രാവിലെ ഓഫീസ് ശനിയാഴ്ച രാവിലെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുക. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്ന് ടാക്സ് ഫയൽ ചെയ്തിട്ട് പോകാൻ നേരത്ത് പുള്ളി എന്നോട് പതുക്കെ പറഞ്ഞു, സിനോ ലൈക്ക് യു ആർ ഇൻ എ ഓഫീസ്, അപ്പം ഈ ഒരു പ്രൊഫഷണലിസം ഉറപ്പായിട്ടും സിനോ ഡ്രസ്സ് ചെയ്യുന്ന, സിനോയെ എല്ലാവർക്കും അറിയാം, ഡ്രസ്സ് കണ്ടിട്ടില്ല വന്ന്, എന്നാൽ പോലും വെൽ ഡ്രസ്ഡ് ആയിട്ട് വരണം.
അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ദാറ്റ് മേക്ക് സെൻസ്. ഉറപ്പായിട്ടും നമ്മുടെ ഡ്രസ്സിങ് വരെയും ആൾക്കാരെ അപ്പീലിങ് ചെയ്യും. അപ്പോൾ അതിനുശേഷം ഞാൻ ഓഫീസിൽ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് ചെയ്ത് ആണ്, അതായത് ഒഫീഷ്യലി അല്ല പ്രൊഫഷണലി ഉള്ള ഒരു ഡ്രസ്സിങ് പോലുമാണ് അത് തന്നെ ഞാൻ ഓഫീസിൽ ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മുടെ സർവീസ് ഇൻഡസ്ട്രി ആകുമ്പോൾ ഫേസ് ഓഫ് ദി ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് തന്നെയാണ്. അപ്പൊ അത് എപ്പോഴും ഞാൻ പറയുന്നത് ഒത്തിരി എക്സ്പെൻസീവ് അല്ല. എല്ലാ പ്രൊഫഷണൽസോടും എല്ലാ ബിസിനസ്സിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എസ്പെഷ്യലി സർവീസ് ഇൻഡസ്ട്രി വരുമ്പോൾ അത് എക്സ്പെൻസീവ് ആവണമെന്നില്ല, ബട്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം അല്ലേ, ഒരു പ്രസന്റബിൾ ആയിരിക്കണം. ചിലപ്പം പറയും ഇത് എൻ്റെ ബിസിനസ്സാണ്, ഞാൻ എങ്ങനെ വേണമെങ്കിലും റൺ ചെയ്തോ ചെയ്യാന്ന്. അങ്ങനെയല്ല, ഒരു പ്രൊഫഷണലി വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ ഇറ്റ്സ് ഫാക്ടേഡ്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ മാത്രമേ അതിനകത്തൊരു ഫാൻസിനെസ് ഉള്ളൂ. ഇൻസൈഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓരോ ഫങ്ഷനിങ്ങും, അതായത് ഒരു ക്ലയന്റ് അകത്ത് നമ്മളെ കൊണ്ടിരുന്ന തൊട്ട്, അതായത് മാർക്കറ്റിംഗ് തൊട്ട് അവർ വന്നു, അവരുടെ സർവീസ് എടുത്തു, പോയി ആഫ്റ്റർ സർവീസ്. അപ്പൊ ഇത്ര ഒരു പ്രോസസ്സ് നമ്മൾ സ്മൂത്ത് ആയിട്ട് നടത്തുമ്പം നല്ല അതിൻ്റെതായ സ്ട്രെസ്സും ടെൻഷൻസും ഉണ്ട്. പക്ഷേ നോർമലി ഒരു അങ്ങനെയുള്ള സ്ട്രെസ്സുകളൊന്നും ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കും. വൈകുന്നേരം 8 മണിക്ക് വന്നാലും അതുപോലെ തന്നെയാണ് ആ ഒരു എനർജി ലെവലിൽ നിൽക്കുന്നുണ്ട്. അത് എന്താ പറയുക, ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ആൾക്കാരും ആ ഒരു പോസിറ്റിവിറ്റി ഉള്ളവരാണ്. 40+ ഇപ്പോഴും ഓടുന്നത്. യെസ്, 40+ എത്രയാന്ന് ചോദിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒട്ടും സമയം ഞാൻ ഒരു മൂവി ഇരുന്ന് ഫുൾ ടൈം ഇരുന്ന് കണ്ടിട്ട് ഒത്തിരി നാളായി. അത് ഇപ്പം സൺഡേസിലാണെങ്കിൽ പോലും ഇപ്പം പള്ളി അത് കഴിഞ്ഞിട്ട് വന്ന് വീട്ടിലെ പരിപാടികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആണ്. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു ഫുള്ളി ഇൻവോൾവ് ആയേക്കുന്നതിന്റെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഒത്തിരി ചിന്തിക്കാനും വേറൊരു മൂഡിലോട്ടൊക്കെ പോകാൻ നമുക്ക് വരുന്നത്. പക്ഷെ അതിനുള്ളൊരു സമയം കിട്ടാറില്ല. ഫുള്ളി എൻഗേജ്ഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ പാഷന് പുറകെ പോകണമെന്ന് പറയും. നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ പാഷൻ ഫോളോ, ഈ പാഷൻ മാത്രം ഫോളോ ചെയ്താൽ നമുക്ക് എല്ലായിടത്തും എപ്പോഴും ബിസിനസ്സിൽ നമുക്ക് എത്താൻ പറ്റിയെന്നില്ല. പാഷൻ ഉറപ്പായിട്ടും ഉണ്ടാകണം. പക്ഷെ നമ്മൾ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോലി നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മൾ അതില് സന്തോഷം കണ്ടെത്തണം. അല്ലാതെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പ്രത്യേക ഒരു സമയം ഇല്ല. സോ വാട്ട് എവർ വി ആർ ഡൂയിങ്, അത് ജോലിയാണെങ്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വോളണ്ടറി വർക്കുകളായിക്കോട്ടെ, ഫാമിലി ടൈം ആയിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുക. സോ സിനോ തരുന്ന ആ ഒരു ഹാപ്പിനെസ് നോട്ടിൽ തന്നെ നമ്മൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാം. അത് മാത്രമല്ല, എനിക്ക് മെയിനായിട്ട് താങ്ക് ചെയ്യാനുള്ളത് ഇത്രയും ബിസി സ്കെഡ്യൂളില് ക്വാളിറ്റി ടൈം ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് BSc മലയാളം TVയുടെ പേരിൽ ഞങ്ങളുടെ വളരെ വളരെ ഹാർട്ട് ഫെൽ താങ്ക് യു ടു യു. അത് മാത്രമല്ല, ഓഡിയൻസിന് ഐ എം ഷുവർ നിങ്ങൾ എല്ലാവരും ഈ ഒരു എപ്പിസോഡ് വളരെ എൻജോയ് ചെയ്ത് കാണും. അത് മാത്രമല്ല, ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മടിച്ച് നിൽക്കുന്നവര് പോലും ഓക്കെ എന്ന ധൈര്യത്തോടെ ക്യാപിറ്റലൊക്കെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കും എന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല, സിനോയുടെ പിള്ളേരാണെങ്കിൽ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഓക്കെ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ട്രൂലി റെസ്പെക്ട്ഫുൾ ഇൻ ദാറ്റ് കേസ് ആസ് വെൽ. സോ സിനോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്തേക്ക്? ആക്ച്വലി എനിക്കൊരു സന്തോഷമാണ് ഇവിടെ വന്ന് ഇപ്പം നവിയായിട്ടും അജീഷും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത്. ഇപ്പം എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അജീഷിനെ 2014 തൊട്ട് എനിക്കൊന്ന് പരിചയമുണ്ട്. ഞങ്ങൾ മലയാളി സമാജത്ത് വെച്ച് TMSC വെച്ചാണ് പരിചയപ്പെട്ടത്. അപ്പം ഇപ്പോഴും ഞാൻ അജീഷിന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് അജീഷ് TMS എന്നാണ്. ഞങ്ങൾ അന്ന് അവിടെ പരിചയപ്പെട്ടാണ്. അതിനുശേഷം ബ്ലൂസ് അഫെയർ തുടങ്ങിയ സമയത്തും ഞങ്ങൾ പല കാര്യങ്ങൾ സ്പോൺസർഷിപ്പിലാണെങ്കിലും എനിക്ക് കുറച്ചെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ BSc മലയാളം TVയിൽ ഇന്ന് ഇവിടെ വന്നിരിക്കാനും ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന അജീഷാണ്. താങ്ക് യു അജീഷ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എനർജിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നവിയാണെങ്കിലും വളരെ എനർജറ്റിക് ആണ്. നമ്മൾ നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ വൈബ് നിൽക്കുന്ന ആ ലെവലിലോട്ട് നവ്യ ഉയരും. നമ്മുടെ ആ ഒരു വേവ് ലെങ്തിലോട്ട് വരുന്ന ഒരാളാണ്. താങ്ക് യു നവ്യ. താങ്ക് യു സിനോ, താങ്ക് യു. എനിക്കും കുറച്ച് സന്തോഷമാവുന്ന രീതിയിൽ സംസാരിച്ചു, അതെനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു ഫോർ ദാറ്റ്. അത് മാത്രമല്ല, ഓഡിയൻസിന് എനിക്ക് പറയാനുള്ളത് ടാക്സ് സീസൺ ആണ്. സോ നിങ്ങൾക്ക് അറിയാലോ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് Jan, Feb, March മന്ത്. സോ
തീർച്ചയായിട്ടും എനിക്കറിയാം സിനോയുടെ ക്ലയന്റ് ബേസ് എന്ന് പറഞ്ഞാൽ നാഷണൽ വൈഡ് ആണ് അല്ലെ, ഓൾ കാനഡ ക്ലയൻസ് ഉണ്ട് സിനോയ്ക്ക്. അത് മാത്രമല്ല നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്, അതോ ഇതിനു മുന്നേ ഓക്കെ ഞങ്ങൾ ഇത്തവണ ടാക്സ് എവിടെ നിന്ന് ചെയ്യും എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾ പോന്നോളൂ സീനോ ടാക്സ് സൊല്യൂഷനിലേക്ക്. നിങ്ങൾക്ക് ബെസ്റ്റ് അഡ്വൈസ്, പിന്നെ പൈസ അത് മുഖ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ റിട്ടേണിനും കൂടുതലായിട്ടുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് സിനോ ഹിയർ. ആൻഡ് അത് മാത്രമല്ല ഇമിഗ്രേഷൻസ് ഒരിക്കലും സ്ലോ ആയിട്ടില്ല. ഇപ്പോൾ ഒന്ന് പമ്മിയിരിക്കുന്നത് വീണ്ടും കുതിച്ചുയരാനുള്ളതാണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. സോ ഇമിഗ്രേഷന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും സി നേഷൻസ് ഇമിഗ്രേഷനെ ബന്ധപ്പെടുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് BSc Malayalam TV Face of the Week. It was a pleasure having you here, Sino. Thank you so much.